എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമസ്കാരം. പ്രൊമേഷയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്ന വാഹനം എന്ന് പറയുന്നത് കിയയുടെ ഏറ്റവും പുതിയ ജനറേഷൻ 2 സെൽറ്റോസ് ആണ്. സെൽറ്റോസ് 2026. കിയ എന്ന് പറയുന്നൊരു ബ്രാൻഡ് ഇന്ത്യയിലേക്ക് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഹുണ്ടയുടെ സബ്സിഡറി ആയിട്ട് വന്നതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഈസിലി ആയിട്ട് അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റി. ആദ്യമായിട്ട് അവർ കൊണ്ടുവന്ന വാഹനം എന്ന് പറഞ്ഞാൽ സെൽറ്റോസ് ആണ്. അപ്പോൾ ആ സെൽറ്റോസിൻ്റെ ഏറ്റവും പുതിയ പതിപ്പാണ് ഇവിടെ കിടക്കുന്നത്. ശരിക്കും പല ബ്രാൻഡ്സും ഇന്ത്യയിൽ വന്ന് കുറേ വർഷങ്ങളോളം എടുത്തിട്ടായിരിക്കും അവരൊന്ന് ബിൽഡ് ചെയ്ത് വരുന്നത്. പക്ഷേ കിയയെ സംബന്ധിച്ചോ അത് വളരെ ഫാസ്റ്ററായിരുന്നു. പ്രത്യേകിച്ച് സെൽറ്റോസ് ഭയങ്കര ഈസി ആയിട്ട് അത് സെയിൽ ചെയ്ത് ഒരുപാട് നമ്പേഴ്സ് വിൽക്കാനായിട്ട് സാധിച്ചു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന വാഹനം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തന്നെ സിബ്ലിംഗ് ആയിട്ടുള്ള ക്രെറ്റയാണ്. അപ്പം നിയർലി ഈ രണ്ട് ബ്രാൻഡും ഏകദേശം ഒരുപോലെയാണ്, ഒരേ പ്ലാറ്റ്ഫോം ഒരേ എഞ്ചിനൊക്കെ തന്നെയാണ് ഷെയർ ചെയ്യുന്നത്. പിന്നെ ഇതിനകത്തുള്ള ഫീച്ചേഴ്സിലുള്ള വ്യത്യാസമേ ഉള്ളൂ. അപ്പം ആൾക്കാർക്ക് ഒരു ഭയങ്കര ധൈര്യമായിരുന്നു ഈ ഒരു കിയ അക്സെപ്റ്റ് ചെയ്യാനുള്ളത്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സെയിലുള്ള ഒരു വാഹനങ്ങളൊന്നാണ്, മിഡ് സൈസ് കോമ്പാക്ട് എക്സ്യൂവിയിൽ സെയിലുള്ളൊരു വാഹനമാണ് സെൽറ്റോസ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഈ സെഗ്മെൻറ്റിൽ ഒരുപാട് റൈവൽസ് ഉണ്ട്. കാരണം നമ്പർ ഓഫ് വെഹിക്കിൾസ് ഒരുപാട് കൂടുതലാണ്. ലൈക്ക് പല ബ്രാൻഡിനും പല വെഹിക്കിൾസും ഉണ്ട്. പക്ഷേ അതിൽ നമ്മൾ നോക്കുമ്പം എപ്പോഴും ഒരു ഈ ഒരു ടൈപ്പ് വാഹനങ്ങൾ എടുക്കുമ്പോൾ അതിനകത്ത് ആദ്യം വരുന്ന പേരുകളിലൊന്ന് ക്രെറ്റ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സെൽറ്റോസ് ആയിരിക്കും. അപ്പോൾ അത്രയും ഫാമിലീസൊക്കെ ഒരു ഇഷ്ടപ്പെട്ട ഒരു വാഹനമാണ് സെൽറ്റോസ് എന്ന് പറയുന്നത്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് എക്സെപ്ഷണൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഈ വാഹനത്തിനകത്ത് ആ ഒരു പ്രൈസ് ബ്രാക്കറ്റിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പുതിയ സെൽറ്റോസിലേക്ക് വന്നപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത് നമുക്ക് നോക്കാം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വണ്ടി കുറച്ചുകൂടെ വളർന്നു എന്ന് വേണം പറയാൻ. അതായത് ഇതിൻ്റെ ഡയമെൻഷൻസ് കുറച്ചുകൂടെ വലുതായിട്ടുണ്ട്. ഈ സെഗ്മെൻറ്റിൽ ഇപ്പം ഏറ്റവും ടോപ്പ് വലിപ്പമായിട്ട് നിൽക്കുന്ന ഒരു വാഹനമാണ്. ഇതിൻ്റെ വലിപ്പം കൊണ്ട് നമുക്ക് ബീറ്റ് ചെയ്യാനായിട്ട് ടാറ്റയുടെ സിയാറ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള വാഹനങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ സൈസ് പൊതുവെ കൂടിയിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ഒരു ഡയമെൻഷനൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടോട്ടൽ ഓവറോൾ ലെങ്ത് 95 മില്ലിമീറ്ററും കൂടെ കൂടിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ വാഹനത്തിന് കുറച്ചുകൂടെ ഒരു നീളമൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ വീതിയാണെങ്കിൽ ഒരു 30 മില്ലിമീറ്ററോട് കൂടിയിട്ടുണ്ട്. അതുപോലെ വാഹനത്തിൻ്റെ ഒരു വീൽ ബേസ് എന്ന് പറയുന്നത് 80 മില്ലിമീറ്റർ കൂടിയിട്ടുണ്ട്. അത് ഭയങ്കര ഒരു വ്യത്യാസമാണ്. 80 മില്ലിമീറ്ററിന് അകത്ത് ഒരു സ്പേസ് കൂടുക എന്ന് പറയുമ്പം അതൊരു ഭയങ്കര ഒരു കാര്യം തന്നെയാണ്. അപ്പം ഈ ഒരു വലിപ്പ വ്യത്യാസം തന്നെയാണ് മെയിനായിട്ടുള്ളത്. പിന്നെ ഈ ഒരു പുതിയ വേർഷനിലേക്ക് വന്നപ്പം അതിനകത്ത് ഫ്രണ്ടിലൊക്കെ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഡിസൈനിലെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം അതിനെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം. ഇപ്പം നമ്മുടെ ഇവിടെ ഉള്ളത് മോർണിംഗ് ഹെയ്സ് എന്ന് പറഞ്ഞൊരു കളറാണുള്ളത്. ഇത് പുതുതായിട്ട് വന്നിരിക്കുന്ന ഒരു കളറാണ്. അതുപോലെ നമുക്ക് 10 കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. മോണോടോണിൽ 10 കളേഴ്സും 2 ഡ്യുവൽ ടോൺ കളേഴ്സും നമുക്ക് അവൈലബിൾ ആണ്. അതിൽ തന്നെ 4 പുതിയ കളേഴ്സും ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ ഒരു പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. നമുക്ക് മെയിൻലി വാഹനം നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 3 ലൈനിലാണ് വരുന്നത്. ടെക് ലൈൻ, GT ലൈൻ, അതുപോലെ എക്സ് ലൈനിലാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് GT ലൈനാണ് നമ്മളുള്ളത്. അതായത് നമ്മുടെ ഏറ്റവും ടോപ്പ് വേരിയൻ്റ് എന്ന് പറയും. ഇതിന് മുകളിൽ എക്സ് ലൈനും കൂടെ മാത്രമേ വരുന്നുള്ളൂ. അതിനകത്ത് കുറച്ച് ഫീച്ചേഴ്സ് ആഡ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ GT ലൈനിനകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നാണ് നമ്മളിന്ന് പറയാനായിട്ട് പോകുന്നത്. പ്രധാനമായിട്ടും നമ്മൾ ഈ ഒരു വാഹനത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഫ്രണ്ട് ഫേസ് ആണ്. നമ്മളൊരു വാഹനത്തിൻ്റെ ലുക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ എന്തൊക്കെ കാണുന്നുള്ളതാണല്ലോ. അതിനകത്ത് ഇത് ഡിജിറ്റലായിട്ട് വരുന്ന ഒരു ടൈഗർ നോസ് ഗ്രില്ലാണ് വന്നിരിക്കുന്നത് പറഞ്ഞാൽ. നേരത്തെ ഒരു ഗ്രില്ല് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു വാഹനത്തിലേക്ക് വന്നപ്പോഴത്തേന് സ്റ്റഡഡ് ആയിട്ട് വന്നിരിക്കുന്ന ഗൺ മെറ്റൽ സ്റ്റഡഡ് ആയിട്ട് വരുന്ന അടിപൊളിയായിട്ട് വരുന്ന ഗ്രില്ലുകൾ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യമേ ഫോട്ടോസിലൊക്കെ നമ്മൾ കാണുന്ന സമയത്തേക്ക് വിചാരിച്ചു ഇത് എന്ത് ഗ്രില്ലാണ്, ഒരുമാതിരി ഇരിക്കുന്നല്ലോ എന്നൊക്കെ വിചാരിച്ചു. കാരണം വെച്ച് കഴിഞ്ഞാൽ വീതിയുള്ള പല്ല് തുറന്നിരിക്കുന്ന പോലുള്ള ഒരു ഫേസിലാണ് വന്നിരിക്കുന്നത്. പക്ഷേ നമ്മൾ അടുത്ത് കാണുന്ന സമയത്ത്, അതായത് നേരിട്ട് കാണുന്ന സമയത്ത് ഭയങ്കര റോഡ് പ്രസൻസ് തരത്തൊക്കെയുള്ള ഒരു മാസീവായിട്ടുള്ള ഒരു മാസ്കുലിനിറ്റി, ഒരു ആണത്വം എന്നൊക്കെ പറയില്ലേ, അപ്പോൾ അത് കിട്ടത്തക്ക രീതിയിലുള്ള ഒരു ഗ്രിൽ ഫേസ് കൊടുത്തിട്ടുണ്ട്. കിയയുടെ നമുക്ക് ബാഡ്ജിങ് അവിടെ നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി അടുത്തതായിട്ട് ഇവരുടെ ലൈറ്റ്സിൻ്റെ ക്ലസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെയാണ്. അതിന് മുമ്പായിട്ട് നമുക്ക് DRL പറയാം കേട്ടോ. ഇതാണ് ഇതിൻ്റെ DRLs എന്ന് പറയുന്നത്. DRLനെ കുറിച്ച് പറയുന്നത് നമ്മൾ ക്രെറ്റ അല്ലെങ്കിൽ പുതിയ വെനിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനേക്കാളും നീളം കൂടുതലുള്ള ഒരു ലൈറ്റ്സ് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഷോർട്ടായി. പക്ഷേ പാറ്റേൺ ഒക്കെ ഏകദേശം സെയിം ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഹെഡ് ലാംപ്സിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ മനോഹരമായിട്ടുള്ള ഹെഡ് ലാംപ്സ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടോ, ഒരു ലൈൻ പോലെയാണ് വരുന്നത്. പ്രൊജക്ടറായിട്ട് വരുന്ന ഹെഡ് ലാംപ്സ് ആണ്. LED പ്രൊജക്ടറായിട്ട് വരുന്ന ഹെഡ് ലാംപ്സ് ആണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. അത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ തൊട്ട് താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോഗ് ലാമ്പ് വേണം. അതും ഒരു പ്രത്യേക ഇൻസേർട്ടിലൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഫ്രണ്ടിലെ ഡിസൈൻ ടോട്ടലി ചേഞ്ച് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ നമുക്ക് അവിടെ എയർ ഡാം പോർഷൻ നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് അഡാസിൻ്റെ ഒരു സെൻസർ വരുന്ന ഭാഗവും നമുക്ക് കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു വാഹനത്തിലേക്ക് വരുന്ന സമയത്തേക്ക് നമുക്ക് ലെവൽ
A2 ADAS ആണ് വരുന്നത്. 21ഓളം ഫീച്ചേഴ്സ് വരുന്നുണ്ട്. വാഹനത്തിൻ്റെ സേഫ്റ്റി കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. കാരണം ഇതിന് നേരത്തെ ഉണ്ടായിരുന്ന സേഫ്റ്റി റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ 3 സ്റ്റാർ റേറ്റിംഗ് ആയിരുന്നു. അത് ഭയങ്കര ചർച്ചകൾക്ക് വഴിവെച്ചൊരു കാരണമാണ്. കാരണം ഇത് ഈ ഒരു വാഹനത്തിൻ്റെ സേഫ്റ്റിയുടെ കൺസേൺ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് K2 പ്ലാറ്റ്ഫോം ആയിരുന്നു. ഇപ്പോൾ K3 പ്ലാറ്റ്ഫോമിലേക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം പുതിയ പ്ലാറ്റ്ഫോം കൂടുതലായിട്ട് സ്ട്രെങ്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അടുത്ത ഗ്ലോബൽ എൻക്യാപ്പ് റേറ്റിംഗിൽ ഈ വാഹനം വിടുന്ന സമയത്ത് അതിന് 5 സ്റ്റാർ സേഫ്റ്റിയും കിട്ടണം എന്നുള്ളൊരു പ്ലാനിൽ തന്നെയാണ് ബ്രാൻഡ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. കാരണം ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള എല്ലാ ബ്രാൻഡ്സും 5 സ്റ്റാർ അച്ചീവ് ചെയ്യുന്ന സമയത്ത് കിയയ്ക്കും അതൊരു വെല്ലുവിളി ആയതുകൊണ്ടാണ് പ്ലാറ്റ്ഫോമിനകത്ത് ചേഞ്ച് വന്നിരിക്കുന്നത്. അപ്പം K3 ആണ് ഈ വാഹനത്തിൻ്റെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അഡ്വാൻസ് ഹൈ സ്ട്രെങ്ത് സ്റ്റീലൊക്കെ ഉപയോഗിച്ചിട്ടുള്ള നല്ല റിജിഡ് ആയിട്ടുള്ള ഒരു ബോഡി ഫ്രെയിമുമാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ മുമ്പിൽ നിന്നുള്ള കാഴ്ചകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ ഒരു വലിപ്പം കൂടിയപ്പോൾ തന്നെ നമുക്കത് പ്രകടമായിട്ട് നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇച്ചിരി ഹൈറ്റ് കുറഞ്ഞ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഹൈറ്റിൽ കാര്യമായിട്ടുള്ള ചേഞ്ചസ് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ വീൽ ബേസിലേക്ക് വരുമ്പം 200 മില്ലിമീറ്ററിൻ്റെ വീൽ ബേസാണ് ഈ വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. സൈഡ് പ്രൊഫൈൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഓൾറെഡി ഉണ്ടായിരുന്ന നമ്മുടെ ഒരു സെൽറ്റോസിനേക്കാളും ചെറിയൊരു വ്യത്യാസമുണ്ട്. കാര്യമായിട്ടുള്ള വ്യത്യാസമില്ല, പക്ഷേ എന്നാലും ചെറിയൊരു വ്യത്യാസം ബാക്ക് സൈഡിലേക്ക് പോകുമ്പോൾ ആ ഡിസൈനിലും കാര്യങ്ങളൊക്കെ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫെൻഡറിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഒരു ഇതുണ്ട്. ഇത് സാധാരണ ഒരു റൗണ്ട് ഒക്കെ ആയിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞാൽ, പക്ഷേ ഇതൊരു സ്ക്വയർ കട്ടിലാണ് ഈ ഒരു ഫെൻഡർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കിവിടെ സെൻസേഴ്സ് കാണാൻ പറ്റും. ഫ്രണ്ടിൽ നമുക്ക് 6 സെൻസേഴ്സ് നമുക്ക് ഉണ്ട്. അതായത് ഫ്രണ്ട് നമുക്ക് ഉള്ള ഈ അഡാസിൻ്റെ ലെവലിനെ സഹായിക്കുന്ന സെൻസേഴ്സും കാര്യങ്ങളൊക്കെ അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ടയർ സൈസിലേക്ക് വരുന്ന സമയത്തേക്ക് നമുക്ക് ഓരോ വേരിയൻസ്, ഇപ്പോൾ നമുക്ക് വേരിയൻസ് പറയുകയാണെങ്കിൽ HT മുതലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. HT ഓപ്ഷണൽ, HTK, HTX, അതുപോലെ GT ലൈൻ, GTX അങ്ങനെയുള്ള ഓപ്ഷൻസിലാണ് നമുക്ക് ഇതിൻ്റെ വേരിയൻസ് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു GT ലൈനിലേക്ക് വരുന്ന സമയത്തേക്ക് നമുക്ക് ഇതിനകത്ത് 18 ഇഞ്ചുള്ള വീൽസാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അടിപൊളിയായിട്ടുള്ള ഒരു ഡയമണ്ട് കട്ടായിട്ടുള്ള അലോയ് വീൽസ് ആണ് കേട്ടോ. അലോയ് വീൽസിനകത്ത് പെട്ടെന്ന് നമ്മുടെ കണ്ണിലേക്ക് ഉടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിയോൺ കളറുള്ള ഒരു കാലിപ്പറും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ വേറെ അട്രാക്റ്റീവ്നെസ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇതിനകത്ത് നമുക്ക് വീൽ നെറ്റുകളൊന്നും നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. ഇവിടെ ഒരു കവർ ഇട്ടിരിക്കുകയാണ്. ഈ ഒരു സ്ക്വയർ കവർ ഊരിയാൽ മാത്രമേ അതിനകത്ത് നമുക്ക് വീൽ നെറ്റുകൾ നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ഡിസ്ക് ബ്രേക്കുകളാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മക്ഫേഴ്സിൻ്റെ സ്ട്രട്ടുകളും കോയിൽ സ്പ്രിങ്ങുകളാണ് കൊടുക്കുന്നത്. ബാക്കിൽ ടോർഷൻ ബീവിൽ കപ്പിൾഡ് ആക്സിലാണ് സസ്പെൻഷനായിട്ട് വന്നിരിക്കുന്നത്. ഇതിൻ്റെ യാത്രാസുഖം അടിപൊളിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ക്രെറ്റ ആണെങ്കിലും സെൽറ്റോസ് ആണെങ്കിലും എടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ വാഹനത്തിൻ്റെ കംഫോർട്ട് തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് മിറേഴ്സിലേക്ക് വരാം. വാഹനത്തിൻ്റെ മിററിലേക്ക് വരുന്ന സമയത്തേക്ക് പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ വരുന്ന മിറേഴ്സും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോൾ ഗുഡ് മോർണിംഗ് ഹേസ് എന്ന് പറയുന്നത്, ഗുഡ് മോർണിംഗ് അല്ല മോർണിംഗ് ഹേസ് എന്ന് പറയുന്ന കളേഴ്സാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഇവിടെ 360 ഡിഗ്രിയുടെ ക്യാമറ നമുക്ക് കാണാനായിട്ട് പറ്റും. 360 ഡിഗ്രിയുടെ ക്യാമറ എല്ലാ വശത്തും ഉണ്ട് കേട്ടോ. ഞാൻ ഫ്രണ്ട് കാണിച്ചപ്പോൾ അത് പറഞ്ഞില്ല, ആക്ച്വലി വിട്ടുപോയതാണ്. പക്ഷേ ഇന്നത്തെ എല്ലാ ടോപ്പ് എൻഡ് വണ്ടികളും 360 ഡിഗ്രി ക്യാമറ ഉണ്ടെന്നുള്ള കാര്യം നിസ്സംശയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം അതുപോലെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മിറേഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് മെമ്മറി ഫംഗ്ഷൻ ഉള്ള മിററാണ് കേട്ടോ. നമ്മളിത് ലാസ്റ്റ് കണ്ടത് ഹാരിയറിൻ്റെ സഫാരിൻ്റെ ഡ്രൈവിന് പോയ സമയത്തേക്കാണ്. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പം ഇതിൻ്റെ സീറ്റിന് മെമ്മറി ഫംഗ്ഷൻ ഉണ്ട്. നമ്മളത് കയറുന്ന സമയത്ത് അത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ആ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിൽ തന്നെ മിറർ അഡ്ജസ്റ്റ് ചെയ്യുക. അതായത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എൻ്റെ സീറ്റ് പൊസിഷനിൽ എനിക്ക് മിറർ കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സീറ്റിൻ്റെ ആ ഒരു മെമ്മറി ഫംഗ്ഷൻ കൊടുക്കുന്ന സമയത്തേക്ക് നമ്മളിപ്പോൾ ചിലപ്പോൾ സീറ്റ് കയറ്റി ഇടുമ്പോൾ നമുക്ക് മിറർ അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ. നമ്മുടെ സീറ്റിംഗ് പൊസിഷൻ അനുസരിച്ച് മിറേഴ്സിനെ ഓൾറെഡി നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ അതനുസരിച്ച് കസ്റ്റമൈസ്ഡ് ആയിട്ട് നമ്മുടെ രീതിയിലേക്ക് മിറർ അഡ്ജസ്റ്റ് ചെയ്ത് വരും. അതുപോലെ റിവേഴ്സ് ഗിയർ ഇടുന്ന സമയത്ത് നമുക്ക് നമ്മുടെ രീതിക്ക് അനുസരിച്ച് മിററിനെ താക്കണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി പ്രീസെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ റിവേഴ്സ് ഗിയർ ഇടുന്ന സമയത്ത് മിറർ താന്ന് വരുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ അടിപൊളി ഫീച്ചേഴ്സ് ആയിട്ടാണ് മെയിനായിട്ട് വന്നിരിക്കുന്നത്. A പില്ലറും B പില്ലറും അതുപോലെ നമുക്ക് ക്വാർട്ടർ ഗ്ലാസും നമുക്ക് സൈഡിലേക്ക് വരുമ്പോൾ കാണാം. അപ്പോൾ അത്യാവശ്യം നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ഒരു ഗ്ലാസ് ഏരിയ ഒക്കെ വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി റൂഫിലേക്ക് വരുന്ന സമയത്തേക്ക് ഒരു റൂഫ് റെയിൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഫംഗ്ഷണൽ അല്ല, അതായത് നമുക്ക് ഒരു ഭംഗിക്ക് വെച്ചിരിക്കുന്ന വെയിറ്റ് ഒന്നും എടുക്കാണ്ട് സാധിക്കത്തില്ല. പക്ഷേ അത് ആഡഡ് ആയിട്ടുള്ളൊരു ലുക്ക് വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലഷ് ആയിട്ട് വരുന്ന ഡോർ ഹാൻഡിൽസ് ആണ് വരുന്നത്. ഇന്നത്തെ കാലത്ത് അതൊരു വലിയ ഫാഷനില്ല, പക്ഷേ മെയിനായിട്ട് പലതും ഡോർ ഹാൻഡിൽസ് നമ്മൾ ഞെക്കി തുറക്കണം. പക്ഷേ ഈ ഒരു വാഹനം അങ്ങനെയല്ല. അൺലോക്ക് ചെയ്ത സമയത്ത് അത് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അതുപോലെ മിറേഴ്സും നമുക്ക് ഓപ്പൺ ആയിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ അതൊരു ഭംഗിയുള്ളൊരു കാര്യമാണ്. കാരണം ഇനി അടയ്ക്കുന്ന സമയത്ത് അത് അകത്തോട്ട് അങ്ങ് കയറി പൊക്കോളും. അപ്പോൾ താഴോട്ട് വരുവാണെങ്കിൽ ഒരു ക്ലാഡിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ഇനി ഫ്യൂൽ ടാങ്ക് നമുക്കിവിടെ കാണാം. 47 ലിറ്റേഴ്സാണ് ഫ്യൂൽ ടാങ്ക് വരുന്നത്. പിന്നെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ബോഡി കളറാണ് വരുന്നത്. ഇവിടെ ആ ഒരു ഗ്ലാസിൻ്റെ പോർഷൻ ഈ ഒരു ഭാഗം വരുമ്പോഴത്തേന് പിയാനോ ബ്ലാക്ക് എലമെൻറ്റും ഇവിടെ ഒരു ഗൺമെറ്റലായിട്ട് വരുന്ന ഒരു കളറുമാണ് വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ബാക്ക് സെറ്റ് ടയേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. എങ്ങനെ നോക്കിയെന്ന് പറഞ്ഞാലും ആ ഒരു എന്താ പറയുന്നത് നിയോൺ കളറായിട്ടുള്ള അല്ലെങ്കിൽ ഫ്ലോറസെൻ്റ് പച്ച എന്നൊക്കെ പറയില്ല, അതുപോലത്തെ ആ കാലിപ്പേഴ്സ് കാണുന്നത് ഭയങ്കര ഭംഗിയാണ്. നോർമലി ശരിക്കും പറഞ്ഞാൽ GT ലൈനിലൊക്കെ വരുന്ന റെഡ് കളറാണ്. പക്ഷേ ഇവർ ഈ പ്രാവശ്യം ഒരു വെറൈറ്റിക്ക് വേണ്ടി ഒരു നിയോൺ കളറാണ് കൊടുത്തിരിക്കുന്നത്. ബാക്ക് പ്രൊഫൈൽ ഒറ്റ നോട്ടത്തിൽ ഭയങ്കര രസമുണ്ട് കാണാനല്ലേ. നമുക്ക് ഏറ്റവും ടോപ്പിൽ നിന്ന് പറഞ്ഞുതരാം. മുകളിലേക്ക് വരുവാണെങ്കിൽ ഒരു ഷാർഫിനാനെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള അടിപൊളി സ്പോയിലർ കൊടുത്തിട്ടുണ്ട്.
അതുപോലെ സ്റ്റോപ്പ് ലാമ്പ് നമുക്ക് ഈ ഹൈ മൗണ്ട് ആയിട്ട് വരുന്ന സ്റ്റോപ്പ് ലാമ്പ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനടിയിൽ ഒരു കുഞ്ഞിനെ ഒളിപ്പിച്ചിരിപ്പുണ്ട് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്തൊരു വൈപ്പറുണ്ട് കണ്ടോ. വൈപ്പർ ശരിക്കും പറഞ്ഞാൽ അകത്ത് ഇൻവിസിബിൾ ആയിട്ട് വെച്ചിരിക്കുകയാണ്. നല്ല ഡിസൈൻ ഒരു ഫിലോസഫിയാണ്. ഇപ്പം നമ്മൾ ഈ ഗ്ലാസ് ഏരിയ നോക്കുകയാണെങ്കിൽ D4 ഉള്ള ഗ്ലാസ് ആണ്. കിയ കണക്റ്റ് 2.0 എന്ന് പറയുന്നത്. ഇപ്പോൾ കണക്ടിവിറ്റി ടെക്നോളജിയൊക്കെ നമുക്കറിയാലോ, എല്ലാ വാഹനങ്ങളിലും കണക്ടിവിറ്റി ഉണ്ട്. ഇതിന് സ്റ്റാർ മാപ്പായിട്ട് കണക്റ്റഡ് ആയിട്ട് വരുന്ന ഈ പറയുന്ന പോലെ LED ബാക്ക് ലൈറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. കണക്റ്റഡ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ കണ്ടാൽ കണക്റ്റഡ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ ഈ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ വരുന്ന രീതിയിലാണ്. ഈ ഒരു ഏരിയ മാത്രം ലൈറ്റ്സ് ഇല്ലെന്നുള്ളേ ഉള്ളൂ. ഇവിടെ നമുക്കൊരു ക്യാമറ കാണാം, കിയയുടെ ബാഡ്ജിങ് ഉണ്ട്, സെൽറ്റോസിൻ്റെ ബാഡ്ജിങ് ഇവിടെ കാണാം. ഈ വശത്തേക്ക് വരുവാണെങ്കിൽ GT ലൈൻ എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് കാണാം. ബാക്ക് സൈഡിൽ ആ ലൈറ്റ്സ് ഒക്കെ നല്ല രസമുണ്ടല്ലോ, സ്കേർട്ടിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിലും 6 സെൻസേഴ്സോളം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതുപോലെ ഈ ബാക്ക് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ റിവേഴ്സ് ചെയ്യുമ്പോൾ കത്താനുള്ള ലൈറ്റ്സും കാര്യങ്ങളൊക്കെ അവിടെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓവറോൾ ബാക്ക് സൈഡ് അടിപൊളിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നല്ല രസമുണ്ട്. നമുക്കൊരു വാഹനം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കൊരു ബൂട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്തേക്ക് 447 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ആണ് വാഹനത്തിനകത്ത് വന്നിരിക്കുന്നത്. അത്യാവശ്യം നേരത്തെ ഉണ്ടായതിനേക്കാളും കുറച്ചും കൂടെ ഒരു 10-15 ലിറ്റർ കൂടിയിട്ടുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ ഈ വീൽ ബേസ് കൂടുന്ന സമയത്ത് ബൂട്ട് സ്പേസും കൂടെ കൂടണമല്ലോ, അകത്തെ സ്പേസ് കൂടണമല്ലോ. പക്ഷേ അതിനകത്ത് കാര്യമായിട്ടുള്ള ഒരു മാറ്റം വരുത്തിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ അതെല്ലാം അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടാൻ പോകുന്ന സെക്കൻഡ് റോ സീറ്റുകളിലേക്ക് വരുന്ന സമയത്ത് അത് അകത്ത് കൂടുതൽ സ്പേസ് ആയിരിക്കും. നമ്മൾ ഒരു ലിവിങ് സ്പേസ് പോലെയാണല്ലോ ഇന്നത്തെ കാലത്തെ വാഹനങ്ങൾ എന്ന് പറയുന്നത്. ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമ്മൾ ഈ ഒരു സ്പേസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ടയേഴ്സ് കാണേണ്ടി വരും. 17 ഇഞ്ച് ടയേഴ്സാണ് വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 215, 60R, 17 ആണ് ടയർ സൈസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു ബൂട്ട് സ്പേസിനെ കുറിച്ച് പറയുന്നത്. പവേർഡ് ആയിട്ടുള്ള ടെയിൽ ഗേറ്റ്സും കാര്യങ്ങളൊന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ഒരു വാഹനത്തിൻ്റെ ഒരു അകത്ത സ്പേസിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഇൻറ്റീരിയറിലേക്ക് വരുന്ന സമയത്തേക്ക് എന്താണ് പുതിയ സെൽറ്റോസിനകത്ത് നമുക്ക് നോക്കാം. നമുക്ക് ഡോർ പാനൽ മുതൽ നമുക്ക് ആദ്യം പറഞ്ഞു തരാം. അകത്തേക്ക് ഞാൻ കാണിച്ചു തരാം. അകത്ത് അടിപൊളിയാണ് കേട്ടോ. അതിന് മുമ്പ് നമുക്ക് ഡോർ പാനൽ മുതൽ നമുക്ക് പറഞ്ഞു തുടങ്ങാം. ഡോർ പാനലിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാം ഇവിടെ എല്ലാം സോഫ്റ്റ് പ്ലാസ്റ്റിക്സും ഇവിടെയൊക്കെ ഹാർഡ് പ്ലാസ്റ്റിക്സും ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് പറഞ്ഞാൽ. ഇവിടെ ഒരു വൈറ്റ് കളറുള്ള അല്ലെങ്കിൽ ഒരു ബീച്ച് കളറുള്ള ഒരു ലെതറത്തിൻ്റെ ഭാഗം നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. പ്രീമിയം ആയിട്ട് വരുന്ന ഡോർ ഹാൻഡിൽസ് ആണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് നേരത്തെ പറഞ്ഞ മെമ്മറി ഫംഗ്ഷൻസ് ആണ് കേട്ടോ. 1, 2 2 മെമ്മറി ഫംഗ്ഷൻസ് ഉണ്ട്. ഈ 2 മെമ്മറി ഫംഗ്ഷൻസ് ഉപയോഗിച്ച് നമുക്ക് സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളും അതുപോലെ മിറേഴ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളും നമുക്ക് സൈമിൾട്ടേനിയസ്ലി നമുക്ക് ചെയ്യാണ്ട് നമുക്ക് സാധിക്കുന്നുള്ളതാണ്. അതിന് തൊട്ട് അടുക്കായിട്ട് വെന്റിലേറ്റഡ് സീറ്റ്സിൻ്റെ ഒരു സ്വിച്ചും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതിന് 3 ലെവൽ ഫാനുണ്ട്. അപ്പോൾ 2 വശത്തും ഫ്രണ്ടിലെ 2 സീറ്റ്സും വെന്റിലേറ്റഡ് ആയിട്ട് വരുന്നതെന്നുള്ളതാണ്. ബാക്കിലെ സീറ്റ്സ് വെന്റിലേറ്റഡ് ആണോ എന്നുള്ളത് ഞാൻ അവിടെ സമയത്ത് പറഞ്ഞുതരാം. ഇവിടെ നമുക്കൊരു ബോട്ടിൽ ഹോൾഡറും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ എൻ്റെ കണ്ണിലേക്ക് ഏറ്റവും അത് ഉടക്കിയെന്ന് പറഞ്ഞാൽ ബോസിൻ്റെ സ്പീക്കർ സിസ്റ്റമാണ് വാഹനത്തിനകത്ത് വന്നിരിക്കുന്നത്. ഈ വാഹനത്തിലേക്ക് വരുന്ന സമയത്ത് 8 വേ സ്പീക്കേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു മ്യൂസിക് എക്സ്പീരിയൻസ് മോശമല്ലാതെ അടിപൊളി ഒരു മ്യൂസിക് എക്സ്പീരിയൻസ് ആയിട്ട് തന്നെ ആയിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. 2026 സെൽറ്റോസിലേക്ക് വരുന്ന സമയത്തേക്ക് ശരിക്കും 5ഓളം ഇൻറ്റീരിയർ ടീംസ് ഉണ്ട്. അതായത് പല വേരിയൻസിൽ 5ഓളം ഉണ്ട്. ഈ GT ലൈനിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ളൊരു ഇൻറ്റീരിയർ തീമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതൊരു സ്മോക്കി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇൻറ്റീരിയർ ടീംസ് ആണ് കേട്ടോ. വളരെ എക്സിക്യൂട്ടീവ് എലഗൻ്റ് ആയിട്ടുള്ള ഒരു തീമാണ്. നല്ല രസമുണ്ട് ആ ഒരു വൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. ആ സീറ്റ്സിലേക്ക് നമ്മൾ വരുവാണെന്നുണ്ടെങ്കിൽ ഏറ്റവും മുകളിൽ നിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി നെറ്റഡ് ആയിട്ട് വരുന്ന ഹെഡ് റെസ്റ്റ് ആണ് വരുന്നത് കേട്ടോ. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഹെഡ് റെസ്റ്റ് ആണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. സീറ്റുകൾ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ചങ്കി ബോൾഡി ആയിട്ടുള്ള നല്ല സീറ്റുകളാണ് വന്നിരിക്കുന്നത്. അതായത് ഭയങ്കരമായിട്ട് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന രീതിയിലുള്ള സീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. നല്ല വലിയ ബോൾസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പെർഫറേറ്റഡ് ആയിട്ട് വരുന്ന സീറ്റുകളാണ്. ആ തീമും നല്ല രസമുണ്ട് കാണുക എന്നുള്ളത്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രണ്ടിലെ ഡ്രൈവറിൻ്റെ സീറ്റിലേക്ക് വരുമ്പോൾ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളെക്കുറിച്ച് പറയാം. ഇതിലേക്ക് വരുന്ന സമയത്തേക്ക് നമുക്ക് 10 വേ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഇലക്ട്രോണിക്കലി പവർലി അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള സീറ്റുകളാണ് വരുന്നത്. അതായത് ഈവൻ നമുക്ക് ലംബർ സപ്പോർട്ട് പോലും ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. മറ്റൊരു ദുഃഖസത്യം നമുക്ക് പറയാം, ഇത്രയും ടെക് ലൈൻ ആണെങ്കിലും GT ലൈൻ ആണെങ്കിലും അതിൻ്റെ കോ ഡ്രൈവർ സീറ്റിലേക്ക് വരുന്ന സമയത്തേക്ക് അങ്ങനത്തെ ഉള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും ഇല്ല. മാനുവലി തന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ഈ വാഹനത്തിനകത്തുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ സ്റ്റിയറിംഗ് കാര്യങ്ങൾ നോക്കാം. അടിപൊളി സ്റ്റിയറിംഗ് ആണ് കേട്ടോ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കിയ വാഹനങ്ങളിൽ കയറുന്ന അതേ സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. ലെതർ റാപ്ഡ് ആയിട്ട് വരുന്ന കിടിലൻ സ്റ്റിയറിംഗ് ആണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ആ നടുക്കത്തെ ഒരു ഭാഗം കണ്ടില്ല, ഹോണിൻ്റെ ഭാഗമൊക്കെ വരുന്ന ഭാഗത്ത് ആ ഒരു സീറ്റിൻ്റെ അപ്പോസ്റ്റോളിയുടെ കളർ തന്നെയാണ്, വൈറ്റ്സ് ആണ് വരുന്നത്. കിയയുടെ ബാഡ്ജിങ് നമുക്ക് അവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. 2 വശത്തും നമുക്ക് സ്റ്റിയറിംഗ് മൗണ്ടഡ് ആയിട്ടുള്ള കൺട്രോൾസും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാ വാഹനങ്ങളിനേക്കാളും ഉൾട്ടായിട്ട് സംഭവിച്ചൊരു കാര്യം പറയാം. അതായത് നമ്മുടെ സ്പീക്കറിൻ്റെ ഒക്കെ ഈ ഒരു വശത്തായിരുന്നു വരേണ്ടിയിരുന്നു. പക്ഷേ അവിടെ ക്രൂസ് കൺട്രോളും അഡാസിൻ്റെ സെറ്റിങ്സും വന്നു. ഇപ്പുറത്തേക്ക് വരുന്ന സമയത്തേക്ക് ഇവിടെയാണ് മീഡിയയുടെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അത് ഇൻവേർട്ട് ആയി പോയി എന്നുള്ളതാണ്. അപ്പോൾ അതൊരു കൺഫ്യൂഷൻ ആവേണ്ട. പിന്നെ നമ്മൾ അതിൻ്റെ ആ ഒരു ഹോണിൻ്റെ തൊട്ട് താഴേക്ക് നടുക്കിലേക്ക് വരുമ്പോൾ അവിടെ ഡ്രൈവ് മോഡ്സ് ട്രാക്ഷൻ മോഡ്സ് നമുക്ക് കാണാൻ നമുക്ക് സാധിക്കും. അത് നമുക്ക് ആ ഒരു ഡിസ്പ്ലേ ഒക്കെ ഓണായി വരുന്ന സമയത്തേക്ക് ആ ഒരു ഡ്രൈവ് മോഡും ട്രാക്ഷൻ മോഡൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഒരു ഡീക്കറ്റായിട്ട് വരുന്ന അടിപൊളി സ്റ്റിയറിംഗ് വീൽസാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് കൂടാതെ ഈ വാഹനത്തിനകത്ത് നമുക്ക്
പാഡിൽ ഷിഫ്റ്റേഴ്സ് നമുക്ക് കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. നമുക്ക് ഗിയർ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഗിയർ ഓപ്ഷൻസ്, എഞ്ചിൻ ഓപ്ഷൻസ് ഈ വാഹനത്തിനകത്തുണ്ട്. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് അകത്തേക്ക് കയറുന്ന സമയത്ത് സംസാരിക്കാം. അപ്പോൾ സെൽറ്റോസിൻ്റെ ഡിജിറ്റൽ കോക്പിറ്റാണ് നമ്മൾ കാണുന്നത്. അടിപൊളിയായിട്ടുള്ളൊരു കോക്പിറ്റാണ് വാഹനത്തിനകത്ത് കൊണ്ടിരിക്കുന്നത്. നീറ്റ്ലി അറേഞ്ച്ഡ് ആണ്. നല്ല അടിപൊളി ഡിസൈനും കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പ്രധാനമായിട്ടും നമ്മുടെ കണ്ണിലേക്ക് വരുന്നത് പറഞ്ഞാൽ ഈ സ്ക്രീനാണ്. കണ്ടോ, വലിയൊരു സ്ക്രീൻ വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഇതൊരു 3 സ്ക്രീനാണ്. കണ്ടോ, ഇത് ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്ന 12.3 ഇഞ്ചിൻ്റെ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, പിന്നെ ഒരു 5 ഇഞ്ചിൻ്റെ ഒരു ചെറിയ സ്ക്രീൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ എ സിക്ക് വേണ്ടിയാണ്. ഇതിനകത്ത് ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ എ സിയാണ്. കണ്ടോ, 2 ലോ ആക്കി കണ്ടില്ലേ. അപ്പോൾ നമുക്ക് ആ ഒരു ടെമ്പറേച്ചറൊക്കെ നമുക്ക് ഇവിടെ അറിയാൻ പറ്റും. സെറ്റിംഗ്സ് ഒക്കെ നമുക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടിയുള്ള ഒരു സ്ക്രീനും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇതിലേക്ക് വരുവാണെങ്കിൽ ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് പാനലാണ് വാഹനത്തിനകത്ത് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ. ഇന്നത്തെ കാലത്ത് ഒരു 3 സ്ക്രീൻസ് എന്നൊക്കെ പറയുന്നത് ലൈക്ക് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു മാറ്ററായിട്ട് മാറിക്കൊണ്ടിരിക്കും. എല്ലാ വാഹനങ്ങളും 3 സ്ക്രീനാണ്. പക്ഷേ മിക്ക വാഹനങ്ങൾക്കും ഇപ്പോൾ ടാറ്റ സിയറ ആണെങ്കിലും നമ്മൾ വെനിയോ ഒക്കെ എടുത്താലും വലിയ സ്ക്രീനുകളൊക്കെയാണ് ആ വാഹനത്തിൻ്റെ ഫ്രണ്ട് വശത്ത് വന്നിരിക്കുന്നത്. ഇതിനെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേനും ഒരു ചെറിയ സ്ക്രീനും 2 വലിയ സ്ക്രീനുകളായിട്ടാണ് ഇതിനകത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് കിയയുടെ 2.0 കണക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്തുള്ള ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. ആൻഡ്രോയിഡ് ഓട്ടോ അതുപോലെ ആപ്പിൾ കാർപ്ലേ ഇതിൻ്റെ കണക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് പാനലിലേക്ക് വരുവാണെങ്കിലും കുറേ പാരാമീറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. TPMS പോലുള്ള സംവിധാനങ്ങളൊക്കെ ആ ഒരു വശത്തും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. സ്റ്റിയറിംഗ് ഇങ്ങനെ ഒരു വ്യൂവിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് കാര്യങ്ങൾ തന്നെയാണ് വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഡ്രൈവ് മോഡുകളെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് നോക്കിക്കുക. സ്പോർട്ട്, എക്കോ, നോർമൽ, സ്പോർട്ട്, ഇങ്ങനെ 3 മോഡുകളാണ് നമുക്ക് ഡ്രൈവിംഗ് മോഡുള്ളത്. ഇനി ട്രാക്ഷൻ മോഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്നോ, മഡ്, സാൻഡ്. കണ്ടോ, ഇങ്ങനെയുള്ള 3 ട്രാക്ഷൻ മോഡുകളാണ് വാഹനത്തിനകത്തുള്ളത്. അപ്പം ഇത്രയും കാര്യങ്ങൾ ഇതെല്ലാം സ്റ്റിയറിംഗിൽ നിന്ന് ഈസിലി ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ എയർ ബാഗിൻ്റെ സിമ്പിളുണ്ട്. ലൈക്ക് നമുക്ക് 6 എയർ ബാഗ്സ് ഈ വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ABS, EBD, ഹിൽ ഹോൾഡ് അസിസ്റ്റ് അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ വാഹനത്തിനകത്ത് പ്രധാനമായിട്ട് വന്നിട്ടുണ്ട്. ഇനി AC-യുടെ വെൻറ്റുകൾ എന്ന് പറയുമ്പോൾ സാധാരണ AC-യുടെ വെൻറ്റുകളൊക്കെ വലിയ അരിപ്പ് പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടോ ഭയങ്കര നല്ല എസ്തെറ്റിക്കലി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഈ 2 പാനലിന് ഇടയിൽ വരുന്ന ഗ്യാപ്പിലാണ് ആ AC-യുടെ സംവിധാനം കൊടുത്തിരിക്കുന്നത്. നല്ല സ്വിച്ചും കാര്യങ്ങളൊക്കെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പം നീറ്റായിട്ടുള്ള ഒരു ഡാഷ്ബോർഡ് ഡിസൈനാണ്. പക്ഷേ ഇവിടെയൊക്കെ എന്തെങ്കിലും ഇവിടെയും ഒരു ഹാർഡ് പ്ലാസ്റ്റിക് ആയിട്ടാണ് വരുന്നത്. ഹാർഡല്ല, ഒരു സോഫ്റ്റ് മെറ്റീരിയൽ തന്നെയാണ് വരുന്നത്. പക്ഷേ അവിടെ കുറച്ച് എന്തെങ്കിലും ഡിസൈനൊക്കെ വെച്ച് യൂട്ടിലൈസ് ചെയ്യാമായിരുന്നു അല്ലേ, കുറച്ചുകൂടെ നന്നാക്കി എടുക്കാമായിരുന്നു. ഓക്കെ, ഈ ഒരു വശത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഈ ഒരു സ്ക്രീനിലെ സെറ്റപ്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇതിനകത്ത് കുറേ സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓഡിയോ സിസ്റ്റത്തിൻ്റെയും അല്ലെന്നുണ്ടെങ്കിൽ ഈ ഫോണിൻ്റെ കണക്ഷനും യൂസർ പ്രൊഫൈൽ ഇതെല്ലാം നമുക്ക് അവിടെ കണക്ട് ചെയ്യാൻ നമുക്ക് സാധിക്കും. അതുപോലെ മീഡിയയുടെ കൺട്രോൾസ്, വോളിയം സ്വിച്ചസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ ഈ വോളിയത്തിൻ്റെ സ്വിച്ച് കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു സ്റ്റിയറിംഗിലും അങ്ങനെ ഒരു സംവിധാനം കൊടുത്തിട്ടുണ്ട്. മാപ്പ് നമുക്ക് ഒറ്റയടിക്ക് ലോഡ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ഹോം ബട്ടനും കാര്യങ്ങളൊക്കെ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ AC-യുടെ കൺട്രോളുകളാണ്. നമ്മൾ അവിടെ കണ്ട കൺട്രോളുകൾ കൂടാതെ തന്നെ നമുക്ക് ഫിസിക്കലായിട്ടുള്ള സ്വിച്ചസ് ഉണ്ട്. ടെമ്പറേച്ചർ അതുപോലെ തന്നെ ഫാനിൻ്റെ സ്പീഡുകളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ, അതുപോലെ മോഡുകൾ പല AC-യുടെ മോഡുകൾ അതിന് വേണ്ടിയുള്ള സംവിധാനമാണ്. പിന്നെ താഴേക്ക് വരുന്ന സമയത്തേക്ക് നമുക്ക് 3 C പോർട്ടുകൾ കാണാം. ഇൻപുട്ടുകളും അതുപോലെ 2 ചാർജിങ് സോക്കറ്റുകളായിട്ടാണ് വരുന്നത്. ഫോൺ നമുക്ക് ചാർജ് ചെയ്യാണ്ട് വലിയൊരു വയർലെസ് ചാർജിങ് ഏരിയയും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ വാഹനത്തിന് ട്രാൻസ്മിഷൻ വരുന്നത് ഇതൊരു ടർബോ പെട്രോളാണ് വരുന്നത്. എഞ്ചിൻ നമുക്ക് 3 ഓപ്ഷൻസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് ഒരു ടർബോ പെട്രോൾ വരുന്നൊരു എഞ്ചിനുണ്ട്, അതുപോലെ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ ഉണ്ട്, അതുപോലെ ഒരു ഡീസൽ എഞ്ചിനുണ്ട്. എല്ലാം ഒരു 1.5 ലിറ്ററാണ് എഞ്ചിൻ്റെ ഒരു കപ്പാസിറ്റി വരുന്നത്. അതുപോലെ 4 സിലിണ്ടറായിട്ട് വരുന്ന എഞ്ചിനാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനം ഓടിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാം. ഇനി ഈ ഒരു ഷിഫ്റ്റർ ആണെങ്കിൽ നീറ്റായിട്ട് വരുന്നൊരു ഷിഫ്റ്ററാണ് കേട്ടോ. അതിന് തൊട്ട് ഇവിടെയായിട്ട് തന്നെയാണ് നമുക്കിവിടെ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് വരുന്നത്. ഓട്ടോ ഹോൾഡിൻ്റെ സ്വിച്ച് നമുക്ക് അവിടെ കാണാം. പാർക്ക് അസിസ്റ്റൻ്റ് സ്വിച്ച് നമുക്ക് കാണാം. അതുപോലെ 360 ഡിഗ്രി ക്യാമറ കാര്യം നോക്കാം. 360 ഡിഗ്രി ക്യാമറയാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. 360 ഡിഗ്രി ക്യാമറയിലേക്ക് വരുന്ന സമയത്തേക്ക് നല്ല അടിപൊളി ക്ലാരിറ്റിയുള്ള സ്ക്രീൻസും കാര്യങ്ങളൊക്കെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് അതൊരു ക്വാളിറ്റി കാണുമ്പോൾ മനസ്സിലായില്ല. അത്യാവശ്യം നല്ല നീറ്റ്ലി ആയിട്ട് ഉള്ള ഒരു ക്യാമറ ക്വാളിറ്റി നമുക്ക് വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 360 പല രീതിയിൽ കാണാമല്ലോ, അതൊന്നും കൂടുതലായിട്ട് വിശദീകരിക്കുന്നില്ല. പിന്നെ ഈ ഒരു വശത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു കപ്പ് ഹോൾഡറും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് 2 കപ്സ് നമുക്കവിടെ വെക്കാണ്ട് നമുക്ക് സാധിക്കും. പിന്നെ നമുക്കൊരു ആംറസ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വശത്തേക്ക് വരിക. ആംറസ്റ്റിനകത്ത് നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഒരു 12 വോൾട്ടിൻ്റെ ചാർജർ നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. അത് കോൾഡ് ആയിട്ടൊന്നുമല്ല പൊതുവെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ സ്ലൈഡിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യില്ല, സ്ലൈഡിംഗ് ആയിട്ട് വരുന്നുമില്ല. ഇനി അടുത്തതായിട്ട് നമുക്കിവിടെ ഡാഷ്ബോർഡ് ഏരിയ നമുക്ക് നോക്കാം. ഡാഷ്ബോർഡ് നമുക്കിവിടെ കാണാം. ഡാഷ്ബോർഡ് ഒരുപാട് വലിയ ഒരു ഡാഷ്ബോർഡല്ല, ലൈക്ക് ആവശ്യത്തിന് സാധനങ്ങൾ വയ്ക്കാൻ പറ്റുന്ന ഒരു ഡാഷ്ബോർഡായിട്ട് തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇത്രയും ഭാഗത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്. നമുക്കിനി റൂഫിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ ഒന്ന് വരാം.
റൂഫിലേക്ക് വരുന്ന സമയത്തേക്ക് നമുക്ക് ഇവിടെ നമുക്ക് IRBM നമുക്ക് കാണാൻ പറ്റും. ഓട്ടോ അഡ്ജസ്റ്റബിൾ ആയിട്ട് വരുന്ന IRBM ആണ്. കീയുടെ കണക്ട് അതുപോലെ ടോ അസിസ്റ്റ് SOS ഇതിൻ്റെ സ്വിച്ചസും കാര്യങ്ങളൊക്കെ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് സൺവൈസേഴ്സിലേക്ക് വരാം. സൺവൈസേഴ്സിലേക്ക് വരുന്ന സമയത്തേക്ക് രണ്ട് വശത്തും നമുക്ക് സൺവൈസേഴ്സ് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഒരെണ്ണത്തിനകത്ത് വാൻറ്റിമറിനുണ്ട്, ഇതിനകത്ത് വാൻറ്റിമർ ഇല്ല. പിന്നെ ഈ ടോപ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഡാർക്ക് തീമായിട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതുപോലെ നമുക്ക് ഇവിടെ രണ്ട് റീഡിംഗ് ലാംപ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മൂൺലൈറ്റ് കളേഴ്സിലുള്ള രണ്ട് റീഡിംഗ് ലാംപ്സ് ആണ് വാഹനത്തിനകത്ത് വന്നിരിക്കുന്നത്. ഇനി ഇത് കൂടാതെ തന്നെ നമുക്ക് ഇതിനകത്തൊരു സൺറൂഫ് ഉണ്ട്. പാൻഡ്രമിക്കകത്ത് വരുന്ന ഒരു വലിയൊരു സൺറൂഫാണ്. അത്യാവശ്യം വലിയൊരു സൺറൂഫായിട്ട് തന്നെയാണ് വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഒരു വിൻഡോ പെയിൻ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഒരെണ്ണം ഫിക്സഡ് ആയിട്ടാണ് വരുന്നത്. നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടോ, അടിപൊളിയാണ്. നമുക്കതൊന്ന് ക്ലോസ് ചെയ്യാം. അപ്പം ഇത്രയും സംവിധാനങ്ങളാണ് ഈ ഒരു ഫ്രണ്ട് വശത്തു നിന്ന് പ്രധാനമായിട്ടും പറയാനുള്ളത്. ഇപ്പോൾ ബാക്ക് സീറ്റിലേക്ക് കയറാം. അപ്പോൾ ബാക്ക് സീറ്റിൽ വരുമ്പോഴാണ് നേരത്തെ പറഞ്ഞ ആ ഒരു സൈസിൻ്റെ ഒരു അഡ്വാൻറ്റേജ് വരുന്നത്. നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലെഗ് സ്പേസ് നോക്കിക്കേ, കണ്ടോ എന്ത് ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ലെഗ് സ്പേസ് ആണ്. ഇഷ്ടം പോലെ സ്ഥലമാണ് നമുക്ക് ഉള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഒരു ഹെഡ് റൂം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ലൈക്ക് ഇതിപ്പോൾ എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഞാനൊരു 170 സെൻറ്റിമീറ്ററാണ്. എനിക്ക് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഹെഡ് റൂം ഉണ്ട്. ഒരു 6 ഫീറ്റൊക്കെ വരുമ്പം കുറച്ചും കൂടെ തല തട്ടിയില്ലെന്ന് പറഞ്ഞ രീതിയിൽ നിൽക്കുമായിരിക്കും. എന്നാലും നമുക്ക് സാധാരണ നമ്മളെപ്പോലുള്ള മനുഷ്യർക്ക്, അതായത് പ്രധാനമായിട്ട് ആൾക്കാരെല്ലാവരും ഒരു 6 അടിക്ക്, എല്ലാവരും 6 അടി ഇല്ലല്ലോ, 6 അടി താഴെയല്ലേ വരുള്ളൂ. അപ്പം അവർക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കേണ്ടത് നമുക്ക് സാധിക്കും. ഇവിടെ ഒരു ഗ്രാബ് റെയിലുണ്ട്, അതിന് തൊട്ട് താഴെയായിട്ട് ഒരു ലൈറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്കിവിടെ ഒരു ആംബ്രസ്റ്റും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്പീക്കേഴ്സൊക്കെ അവിടെയുണ്ട്. ഇപ്പം സീറ്റ്സിനെ കുറിച്ച് പറയാം. സീറ്റ്സ് നമുക്ക് അത്യാവശ്യം തൈ സപ്പോർട്ട്സ് ഉണ്ട്. ലൈക്ക് ഒരു എന്താ പറയുന്നത്, ഒരു ഇഞ്ചും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു. അതായത് സ്പേസ് അവർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് അതങ്ങനെ വെച്ചിരിക്കുന്നത്. പക്ഷേ സീറ്റ്സ് കൊള്ളാം കേട്ടോ, നമുക്ക് ചാരിയിരിക്കാനൊക്കെ ആണെങ്കിലും കൊള്ളാം. 3 സീറ്റ്സിനും ഹെഡ് റെസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ നടുക്കേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ 2 പേരായിരിക്കുന്നുണ്ടെങ്കിൽ മനോഹരമായിട്ടുള്ള ഒരു ആംബ്രസ്റ്റും 2 കപ്പ് ഹോൾഡേഴ്സും അതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 3 സീറ്റ്സിനും സീറ്റ് ബെൽറ്റുകളുണ്ട്. ISO ഫിക്സ് സീറ്റുകൾ കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സീറ്റിൻ്റെ ബാക്കിലേക്ക് വരുമ്പോൾ സാധാരണ ഒരു ഫാബ്രിക് ആണെങ്കിൽ ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഭാഗമാണ്. ഇത് ഫുൾ പ്ലാസ്റ്റിക്കാണ് വരുന്നത്. അപ്പം അതിനകത്ത് തന്നെ ഇവിടെ ഒരു ഫയൽ പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ഉണ്ടല്ലോ ഒരു പ്രീമിയം കാസിനകത്തൊക്കെ വരുന്ന രീതിയിലുള്ള അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ക പ്ലാസ്റ്റിക്കാണ് ഈ സാധനം. ഇനി നമ്മൾ ഈ സീറ്റിൻ്റെ സൈഡിലേക്ക് വരുന്ന സമയത്തേക്ക് ഇവിടെ ഒരു സീപ്പോർട്ടും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. 2 സീറ്റിലും സീപ്പോർട്ട്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഫോൺ ചാർജ് ചെയ്യണമെങ്കിൽ ആ സംവിധാനങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ട്. ഫോൺ അവിടെ നമുക്ക് കുത്തിയിട്ടതിന് ശേഷം നമുക്ക് ഫോൺ ഇവിടെ പ്ലേസ് ചെയ്യേണ്ടത് നമുക്ക് സാധിക്കും. നമുക്ക് നിയർലി ഫ്ലാറ്റായിട്ട് വരുന്ന ഒരു സെൻട്രൽ ടണലും കാര്യങ്ങളൊക്കെയാണ് വാഹനത്തിനകത്ത് വന്നിരിക്കുന്നത്. AC-യുടെ വെൻറ്റുകളും കാര്യങ്ങളൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ലാക്കിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം പ്രധാനപ്പെട്ട മിക്ക വാഹനങ്ങളിനകത്ത് ഒരു ബോസ് മോഡ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഉണ്ട്. അതായത് നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഫ്രണ്ടിലത്തെ സീറ്റിന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ ഇപ്പം മിക്ക വാഹനങ്ങളിലും കാണുന്നുണ്ട്. പക്ഷേ ഈ വാഹനത്തിനകത്ത് അങ്ങനെ വന്നിട്ടില്ല. അതിന് പ്രധാനമായിട്ടുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലെഫ്റ്റ് സൈഡ് സീറ്റ് ശരിക്കും പറഞ്ഞാൽ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ അല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നത്. ഒരു കണക്കിന് പറഞ്ഞാൽ അത് അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വാഹനത്തിനകത്ത് സ്ഥലം ഉള്ളതുകൊണ്ട് ബാക്കിലിരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അതുകൊണ്ടായിരിക്കാം അതൊരു കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് അത് ഒഴിവാക്കിയിട്ടുണ്ടാവുക. അപ്പം അതർവൈസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ വലിയൊരു ക്യാബിൻ സ്പേസ് ആണ് എന്നുള്ളതാണ്. ഇനി നമുക്കൊരു വാഹനം നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. അപ്പോൾ നമ്മളൊരു വാഹനത്തിന് ഡ്രൈവിലേക്ക് പോകണം കേട്ടോ. ഡ്രൈവിലേക്ക് പോകുന്ന സമയത്തേക്ക് നമുക്ക് ഒരു ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ സമയത്തേക്ക് നമുക്കിവിടെ ബ്ലൈൻഡ് സ്പോട്ടിന് വേണ്ടിയുള്ള ഒരു ക്യാമറ ഒരു വ്യൂ നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഇത് കൂടാതെ തന്നെ നമുക്ക് ഗ്ലാസ്സിലും ബ്ലൈൻഡ് സ്പോട്ടിൻ്റെ ഒരു വ്യൂ നമുക്കൊരു ഇൻഡിക്കേഷൻ നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ നമുക്ക് പതുക്കെ നമുക്ക് വണ്ടി എടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എഞ്ചിൻ ഓപ്ഷൻസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമായിട്ട് പറയേണ്ട ഒന്നുമില്ല. കാരണം നിലവിലുണ്ടായിരുന്ന സെൽറ്റോസിന് അതേ എഞ്ചിൻ ഓപ്ഷൻസ് ആണ്. വേറെ കാര്യമായിട്ട് എഞ്ചിനുള്ള മാറ്റങ്ങളൊന്നുമില്ല. അല്ലാതെ നമ്മൾ പുറമേയൊക്കെ കാണുന്ന ചേഞ്ചസ് ആണ് 2026 വന്നിരിക്കുന്നത്. നമുക്ക് 3 എഞ്ചിൻ ഓപ്ഷൻസ് ആണ് പ്രധാനമായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ എഞ്ചിൻ ഓപ്ഷൻസ് തന്നെയാണ് ഇതിനകത്തുള്ളത്. നമ്മളിപ്പോൾ ഓടിക്കുന്ന ഒരു ടർബോ പെട്രോളാണ് വരുന്നത്. ഇത് കൂടാതെ ഒരു നാച്ചുറലി ആസ്പിറേറ്റഡ് ആയിട്ട് വരുന്ന ഒരു എഞ്ചിൻ പെട്രോളുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു ഡീസലുണ്ട്. എല്ലാം 1.5 ലിറ്ററാണ്, 4 സിലിണ്ടർ ആയിട്ട് വരുന്ന എഞ്ചിനാണ്. നമുക്ക് ഇതിൻ്റെ പവർ ഫിഗേഴ്സും കാര്യങ്ങളൊക്കെ നോക്കാം. ഈ ഒരു വാഹനത്തിലേക്ക് വരുന്ന സമയത്തേക്ക് 115 HP ആണ് വരുന്നത്. അതുപോലെ തന്നെ 253 Nm ടോർക്കും ഈ വാഹനം ഡെലിവർ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോളിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ആ എഞ്ചിൻ ഡെലിവർ ചെയ്യുന്ന ഒരു പവർ എന്ന് പറയുന്നത് 113 അല്ലെങ്കിൽ 114 HP ആണ്. അതുപോലെ 144 Nm ടോർക്കുമാണ് വാഹനം ഡെലിവർ ചെയ്യുന്നത്. അതേപോലെ നമ്മൾ ഇനിയിപ്പോൾ നമ്മളൊരു ഡീസൽ ഓപ്ഷനിലേക്ക് വരുവാണെങ്കിൽ അതിൻ്റെ പവർ ഫിഗേഴ്സ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് 160 PS 250 Nm ടോർക്കുമാണ് വാഹനം ഡെലിവർ ചെയ്യുന്നത്. അല്ലെ ഇതിന് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരു ട്രാൻസ്മിഷൻ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു 6 സ്പീഡ് മാനുവലും അതുപോലെ തന്നെ ഒരു IVT ട്രാൻസ്മിഷനുമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു 6 സ്പീഡ് ഇതിലേക്ക് വരുമ്പോഴത്തേനും നമുക്കൊരു IMT 6 സ്പീഡ് IMTയും അതുപോലെ തന്നെ നമുക്ക് വരുന്നൊരു ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് 7 സ്പീഡ് DCT ആണ്. നമ്മളിപ്പോൾ ഓടിക്കുന്നത് 7 സ്പീഡ് DCT ആണ് കേട്ടോ. അപ്പം ഡീസലിലേക്ക് വരുന്ന സമയത്തേക്ക് അതിൻ്റെ ഒരു എഞ്ചിൻ ഓപ്ഷൻ ട്രാൻസ്മിഷൻ ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു 6 സ്പീഡ് AT അതുപോലെ തന്നെ 6 സ്പീഡ് മാനുവലാണ്
വരുന്നത്. അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അതായത് പല രീതിയിലുള്ള എഞ്ചിനും പല രീതിയിലുള്ള ട്രാൻസ്മിഷൻ ഓപ്ഷൻസ് ഒക്കെ ഈ വാഹനം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു സെഗ്മെൻറ്റിലുള്ള വാഹനങ്ങളൊക്കെ ഡെലിവറി ചെയ്യുന്ന അത്യാവശ്യം മൈലേജ് തന്നെയാണ് ഈ വാഹനത്തിന് അത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിന് അക്ലൈംഡ് ആയിട്ടുള്ളൊരു മൈലേജ് ഇതുവരെ പറഞ്ഞിട്ടില്ല. എങ്കിലും നിങ്ങൾക്ക് അറിയാമല്ലോ, സെൽറ്റോസും ക്രെറ്റയൊക്കെ ഓടിക്കും സെയിം എഞ്ചിൻ്റെ മൈലേജസ് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ വിലയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്ഷോറൂം പ്രൈസ് നമുക്ക് പറയാം 10.99 മുതൽ 19.9 വരെയാണ് ഈ വാഹനത്തിൻ്റെ ഒരു എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് സേഫ്റ്റിയുടെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. 6 എയർ ബാഗുകളും കാര്യങ്ങളും, അതുപോലെ ഹിൽ ഹോൾഡ് അസിസ്റ്റുകൾ, ABS, EBD, ട്രാക്ഷൻ കൺട്രോളുകൾ, ഡ്രൈവ് മോഡുകൾ, സീറ്റ് ബെൽറ്റുകൾ. അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് പുതിയ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ അടുത്ത ഗ്ലോബൽ എൻക്യാപ്പ് ടെസ്റ്റ് റേറ്റിംഗിലേക്ക് വരുന്ന സമയത്തേക്ക് ഈ വാഹനത്തിന് ഒരു 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടേണ്ടത്. ആ രീതിക്കാണ് ഇവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഈ ഒരു വാഹനത്തെക്കുറിച്ച് പ്രധാനമായിട്ടും പറയാനുള്ളത്. എന്താണ്, നിങ്ങളൊരു വാഹനം ടെസ്റ്റ് ചെയ്യുക, വളരെ നീറ്ററായിട്ടുള്ളൊരു വാഹനമാണ്. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയ കാര്യം എന്ന് പറഞ്ഞാൽ സെക്കൻഡ് റോയിലേക്ക് കയറുന്ന സമയത്തേക്ക് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു നമുക്കൊരു കേർട്ടൻ ഉണ്ട് കേട്ടോ, വിൻഡോയുടെ ഒരു കേർട്ടൻ ഉണ്ട്. അപ്പം ആ ഒരു കേർട്ടനോട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ചൂടൊക്കെ എടുക്കാതെ നമുക്ക് പോകാൻ പറ്റും. നമുക്ക് പ്രധാനമായിട്ട് ഈ ഒരു വാഹനം ഓടിക്കുന്ന ഒരു സമയത്ത് നമുക്ക് NVH ലെവൽസ് ആണെങ്കിലും വളരെ കുറവ്, പ്രത്യേകിച്ച് ക്രെറ്റയൊക്കെ ആണെങ്കിലും ഭയങ്കര NVH ലെവൽസ് കുറവുള്ള വാഹനമാണ്. പുറത്തുനിന്നുള്ള ഒരു സൗണ്ടൊന്നും നമുക്ക് വാഹനത്തിനകത്തേക്ക് നമുക്ക് കയറുന്നതായിട്ടൊന്നും നമ്മുടെ ശ്രദ്ധയിലേക്ക് നമുക്ക് അധികം വരത്തില്ല. ആ രീതിയിലാണ് പോകുന്നത്. എന്നാൽ സസ്പെൻഷനൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമല്ലോ, നമ്മുടെ ക്രെറ്റയാണെങ്കിലും സെൽറ്റോസ് ഒക്കെ ആണെങ്കിലും രണ്ടിൻ്റെയും സസ്പെൻഷൻ ഡീസൻ്റ് ആയിട്ടുള്ള സസ്പെൻഷനാണ്. വളരെ യാത്രാസുഖമുള്ളൊരു വാഹനം കൂടിയാണിത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് ആക്ച്വലി ഈ വാഹനം റിവ്യൂ ചെയ്യാനായിട്ട് തന്നിരിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഓട്ടോമോട്ടീവ് കിയയാണ്. നമ്മൾ ട്രിവാൻഡ്രം പള്ളിച്ചിലാണ് ഓട്ടോമോട്ടീവ് കിയ ഉള്ളത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഈ വാഹനത്തിൻ്റെ ലോഞ്ചിന് വേണ്ടി നമ്മൾ പോയതുള്ളൂ. നമ്മളാണ് ഈ വാഹനം നമ്മൾ ലോഞ്ച് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു വാഹനം ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഓട്ടോമോട്ടീവ് കിയയുടെ നമ്പേഴ്സ് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പം അവരെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തരും. കാരണം ട്രിവാൻഡ്രത്തെ ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ള ഡീലർമാരിൽ ഒരാളാണ് നമ്മുടെ ഓട്ടോമോട്ടീവ് കിയ എന്ന് പറയുന്നത്. വളരെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള സ്റ്റാഫുകളും സർവീസൊക്കെ ആണെങ്കിലും വളരെ മികച്ച നിലവാരത്തിലുള്ള സർവീസുമാണ് ഓട്ടോമോട്ടീവ് കിയ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ പുതിയ ഈ ഒരു സെൽറ്റോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഇതിൻ്റെ ഒരു മാസ്കുലിൻ ആയിട്ടുള്ള ഒരു ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു എന്താ പറയുന്നത് ഇന്റീരിയർ ആയിട്ടുള്ള ഒരു സ്റ്റൈലിംഗ് ഒക്കെ ഇഷ്ടപ്പെട്ടാൽ താഴെ നിന്ന് കമൻറ്റ് ഉപയോഗം എഴുതുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കഴിയുമ്പോൾ. സോ ദിസ് ഇസ് റോബിൻ സൈനിങ് ഫ്രം റോബ് മൈ ഷോ.